വീണ ജോർജ് എംഎൽഎക്കെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ഹൈക്കോടതിയാണ് തള്ളിയത്. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, പത്തനംതിട്ട DCC അംഗവും പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥി ശിവദാസൻ നായരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമായിരുന്ന അഡ്വക്കേറ്റ് സോജിയാണ് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിന്മേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ വാദം കേട്ടിരുന്നു. ഈ വാദം കേട്ടതിനു ശേഷമാണ് പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് കോടതി ഈ ഹർജി തള്ളിയത്. മാത്രവുമല്ല, വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. ഹർജിയിലെ ആവശ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഒന്ന്, സ്വത്ത് വിവരം മറച്ചുവെച്ചു; മറ്റൊന്ന്, സമുദായത്തിന്റെ പേരിൽ വോട്ട് പിടിച്ചു. ഈ രണ്ട് ആരോപണങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നുമായിരുന്നു സോജിയുടെ അല്ലെങ്കിൽ UDF നേതൃത്വത്തിന്റെ ആവശ്യം. പക്ഷേ അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. വീണയുടെ ഭർത്താവ് ഡോക്ടർ ജോർജ് ജോസഫിന്റെ പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനൊപ്പം സമർപ്പിച്ച ഇലക്ഷൻ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരാതി. മറ്റൊന്ന്, സമുദായത്തിന്റെ പേരിൽ വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ ഉള്ളില് മദ്ബഹയ്ക്ക് സമീപം പുരോഹിതർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് വീണ ജോർജ് നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തെന്നും വാട്സാപ്പിലൂടെ മതപരമായ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു എന്നുമായിരുന്നു ഈ രണ്ടാമത്തെ പരാതിയിലെ കാരണങ്ങളായി പറഞ്ഞിരുന്നത്. ഈ കാരണങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് കോടതി തള്ളിയത്. പക്ഷെ ഒരു കാര്യമുണ്ട്: ഈ ആദ്യം ഹർജി സമർപ്പിച്ച വേളയിൽ ഈ സ്വത്ത് വിവരം മറച്ചുവെച്ചതിന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് എന്ന ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വലിയ ആശങ്ക രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയോടുകൂടിയാണ് ഇന്നത്തെ വിധിയെ രാഷ്ട്രീയ കേരളം കാത്തിരുന്നത്. ഇപ്പോൾ ഏതായാലും LDF കേന്ദ്രങ്ങൾക്കും ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ട വീണ ജോർജിനും വലിയ ആശ്വാസം നൽകിക്കൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നു. വീണ ജോർജിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് ഹർജി തള്ളി. വിശദാംശങ്ങളാണ് സലീം മുഹമ്മദ് നൽകിയത്.